കടയിൽ പോയേക്കോ. ഇപ്പം വരും 5 മിനിറ്റിനുള്ളിൽ വരും. നീ എന്നാ ഇതെന്നാ ഗിഫ്റ്റാ അല്ലേ? പിള്ളേർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നു അല്ലേ? നീ പൊക്കോ കയറി പൊക്കോ, വീട്ടിൽ പൊക്കോ. ഓടി അതേക്കുന്നു. ചെരുപ്പം തേവി എന്റെ ചെരുപ്പ് എന്ത് എന്റെ ചെരുപ്പിന്റെ നിറഞ്ഞ മഞ്ഞ അല്ല പിന്നെ എൻ്റെ പോലെ എന്ത് തോന്നുന്നു അതുപോലെ ഞാൻ പറഞ്ഞോളൂ. എന്നാ നിന്റെ ചെരുപ്പിതാ വിട്ടു നോക്കിയാൽ അവർ കയറി എന്നിട്ട് ചെളി തൂക്ക് ആദ്യം മാറാനുള്ളതാ. കയറി നിൽക്കുക എത്ര തവണ പറഞ്ഞൊരു അനുസരണം പോലും ഇല്ല കേട്ടോ. എനിക്കൊന്നും നല്ല ദേഷ്യം വരുന്നതാണ്. ഞാൻ ക്ഷമിച്ച് എടീ അതാണോ കാട്ടില് ഇറക്കിക്കേ ഉരിക്കേ ഇട് കേട്ടിട് കുഞ്ഞേ കേട്ട്. ചെരുപ്പുണ്ടോ ഇപ്പൊ തക്കാലത്ത് മതിയേ. കേട്ടിടാ ഇവിടേക്ക് കാല് കേട്ട് അതേണ്ടറിയോ അങ്ങനെ കേട്ടിട് പിടിക്ക്. മിടുക്കൻ മിടുക്കൂട്ടൻ. ഞാൻ കരയും പകല് മൊത്തം ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. നിന്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ കൂട്ടുകാരൻ. എണീറ്റേ ക്ലാസ് ഉണ്ടോ? എണീക്കമ്മോ അങ്ങോട്ട് നടന്നേ അങ്ങോട്ട്. സൂപ്പർ അല്ലടാ നാരായണ. ഞാൻ ഊരിയേക്ക് പൊന്നു മാറ. ശാംഭവിയേ ബാ. എന്താന്നോ ലൈറ്റ് ഇട്ടേ ഇവിടുത്തെ ഏതാ മോനാ ഇവിടുത്തെ ലൈറ്റ് ഏതാ? കറണ്ട് പോയി. കറണ്ട് പോയടാ. എടാ കറണ്ട് പോയെന്നാ. മതി അവിടുന്ന് പ്രാർത്ഥിച്ചേ. അന്ന് ഡോക്ടർ വെച്ചില്ലായിരുന്നോ ശാംഭവി പ്രാർത്ഥിക്കുമോന്ന് നാമം ചൊല്ലുമോന്ന്? എന്തിനാ നിന്നെ ഞാൻ ആശുപത്രി കൊണ്ടുപോകുന്നത്? നാരായണ ചേച്ചി ആശുപത്രി കൊണ്ടുപോകണോ? ഇന്ന് രാവിലെ കൊണ്ടുപോയല്ലോ. നാരായണ ചേച്ചി ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മ കൊണ്ടുപോയത് കണ്ടില്ലേ? നീ അങ്ങോട്ട് പോയില്ലേ ഗിഫ്റ്റ് മേടിക്കാൻ? കലോത്സവത്തിന് പോയില്ലേ ശംഭവി? അവിടെ അത്രയും പിള്ളേരുണ്ടായിട്ട് നീ മാത്രം എന്നെ വഴക്കുണ്ടാക്കിയേ? മോനേക്കാൾ വയ്യാത്ത എത്രയോ പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ പിന്നെ രേമയ്ക്കല്ല നാരായണിക്ക്. എനിക്ക് ചെയ്യുന്നില്ലല്ലോ. എന്റെ ആളെ എന്റെ ഉണ്ട്. അല്ല അതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തേ? അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെന്തോ സംഭവങ്ങളും ചെയ്തായിരുന്നല്ലോ ശാംഭവി. അതൊന്നുമല്ല, ചോറ് വേണമെന്നും പറഞ്ഞോണ്ട് കാറി, ചായ വേണമെന്ന് പറഞ്ഞ്
ചായ കുടിച്ചിട്ട് പിന്നെ വേണമെന്ന് പറഞ്ഞു, ചോറ് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അവിടെ അത്രയും പിള്ളേരുണ്ട് കേട്ടോ. ആരെങ്കിലും മോനേക്കാളും എത്ര കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. ഞാൻ ചോണ്ടു എന്താ കറി ഉണ്ടാവും? സാമ്പാറ്, ബീൻസ്, മീൻകറി, മീൻപീര, ബീട്രൂട്ട് കറിയും പയറ് തോരനും, സാമ്പാർ. അതന്നെ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ചായയും സമൂസയും. എന്റെ മോൻ എന്താ ഗിഫ്റ്റ് കിട്ടിയേ? കാസ്ട്രോള്, ചപ്പാത്തിയും ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ രായപ്പന്റെ അമ്മ മറ്റേ പാട്ട് ദീപാവയും പൊൻകരിരും. ഇതിനാ നോക്കുന്നേ? ഒരു സ്റ്റൈലാണോ അതൊക്കെ? ഒരു രസം. പിന്നെ പറഞ്ഞ ഒട്ടന്നെ പോകുന്നുണ്ടോ? എപ്പോഴും തലക്കിട്ട് അടിച്ചോ കേട്ടോ, നല്ലതാ. അടിച്ചോ, അടിക്കണം, അടിക്ക. ഷാമ്പു അടിച്ചോ. തലക്കിട്ടടിച്ചാ മുട്ട അടിക്കും. ഈ കസേര ഇന്ന് ചാരി ഇരിക്കുവാനെ. ഡേ ഈ കസാരയിലോട്ടിരുന്ന് ഇങ്ങനെ ചാരി ഇരുന്നേ. നാരായണിയോട് എന്തിന്? ഗുളി കഴിച്ചിട്ട് ക്ഷീണം മാറുന്നില്ലേ? ചെറിയ എന്തിനു മാറ്റമുണ്ടോ? പാരസെറ്റമോള് മാത്രമല്ലല്ലോ, വൈകിട്ടത്തേക്കാണോ? ചെന്ന പിന്നെ പാരസെറ്റമോളെല്ലാം എന്തോ തരിക. ആ കരയും, ഇപ്പൊ തന്നെ കരയും. ഷെബിയോ? ഷെബി എന്നാണോ വിളിക്കുന്നേ? ഷെബി എന്നാണോ വിളിക്കുന്നേ? അപ്പൊ ഷെബി അണിച്ചിട്ട് വീട്ടിൽ പോയതാ. ഷെബി അണിച്ചക്ക് എത്ര വീടുണ്ട് അതിന്? നീ കണ്ടതല്ലേ ഷെബി അണിച്ചിട്ട് വീട്? അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടതല്ലേ, സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ. അണച്ചിട്ട് അവിടെ നിന്നല്ലേ നീ ബൈക്കിന് ഇതിന് സ്കൂട്ടറിന് കയറി വരുന്നേ? പിന്നെന്തിനാ ചോദിച്ചേ? ആ അപ്പ കടയിലല്ല, ഞാൻ നാമം ചൊല്ലാൻ പോവാ. വരുന്നോ നീ? വരുന്നോന്ന് പറ. എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഒരു തവണ ഞാൻ പറഞ്ഞു, ഇനിയും പറയുന്നില്ല. അങ്ങനെ അങ്ങോട്ട് നീ ഇതാവണ്ട. നീ അത്രയ്ക്ക് നിനക്ക് ബുദ്ധിയില്ലായ്മ ഒന്നുമില്ല. നല്ല മിടിക്കുക തന്നെയാ. നീ ആരെ മോളെ നിനക്ക് ബുദ്ധി കൂടിയോണ്ട് അത്ര നീ വിളക്കുണ്ടാക്കിയത്. ആ എന്തോന്ന് കഴിക്കാൻ? ആ എന്നാ കഴിച്ചവര്? പിന്നെ ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം എന്താ കഴിച്ചേ? പറഞ്ഞല്ലോ അപ്പയും ചെവിയണച്ചും കൂടെ എന്തോ കഴിച്ചെന്നാ പറഞ്ഞേ? എന്നാ എനിക്കും അറിയത്തില്ല. നിനക്കറിയത്തില്ല, പിന്നെ എനിക്കാണ് അറിയാമേ. അത് എനിക്കറിയില്ല. ഞാൻ പോയി നാമം ചൊല്ലാൻ പോവാ. എനിക്കറിയില്ലേ, നിനക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് എനിക്കും അറിയില്ല. അവളൊന്ന് കരഞ്ഞോ, അവളൊന്ന് കരഞ്ഞോളെ. എനിക്കൊരു കൊതു കേട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നോ, അതിങ്ങനെ സിംബായ ഉണ്ടോ? ഇപ്പം സിംബ അവിടെ ഇല്ല. സിംബയുടെ താമസം മാറി. സിംബ ഇപ്പോൾ അവിടെയാ. കുറച്ചേരം എണീറ്റുന്നേ. നാരായണയോട് കുറച്ചേരം എണീറ്റിരിക്കാൻ. മഴ വരുന്ന വെച്ച കേട്ടു. ചെവി തന്നെ തന്നിട്ടില്ല. ഇന്ന് തീർന്നേനെ. ഞാൻ വിളിച്ചായിരുന്നല്ലോ, ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ ചേട്ടായി വിളിച്ചായിരുന്നു.
അതെന്നാ വിനോ വിളിച്ചിട്ട് ഞാൻ എടുക്കാതെ ഞാൻ പണിയായിരുന്നു അതിനിടയ്ക്ക് അപ്പം ഞാൻ രണ്ടാമത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് പട്ടീര് മണിയാണ് ഒറ്റ പെയ്ത് ചങ്ങ് പോയി. ആരാ മേടിച്ചെന്നേ? അയ്യോ അപ്പൊ പോയില്ലേ എന്റെ 350? ഇട്ടാലേ നീ മേടിച്ചതെന്നാന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ മോനെ? ഷൂ എങ്ങനെ ഇതൊക്കെ നല്ല ഷൂ. ഞാൻ ആ മറ്റേത് നല്ലതായിരുന്നേ, പക്ഷേ അതിന്റെ സൈഡ് ഭാഗം വൈറ്റ് കളറാണ്. ഭയങ്കര വെയിറ്റ് ആണ്. വെയിറ്റ് കൊച്ചിന് തന്നേക്കാം. അപ്പേ തേമയിടക്ക് ദോശ കിട്ടില്ല. അമ്മേ ഞാൻ പറയട്ടെ, ഇതാരാ ഉണ്ടാക്കിയേ? മറത്തോക്കട്ടെ. ആഹാ നല്ല നല്ല സ്മെല്ലുണ്ട്. സൂപ്പർ ദോശ. ഇതാരാ തിന്നുണ്ടേ? ചേച്ചി നല്ല സൂപ്പർ. ഇങ്ങനെ വേണം വെക്കാൻ. ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നേ, എന്നിട്ട് ഇവിടുത്തെ മുക്ക് കഴിക്കണം കേട്ടോ. കായം ഇട്ടു, എല്ലാം ഇട്ടു. അറിയാം, കായ ഇട്ടേക്കുന്ന സാമ്പാറിനകത്താ, മുളകിനകത്തല്ല. പുതിയ യൂണിഫോം അല്ല ഷൂ ഒക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ. എന്റെ കൊച്ചിന്റെ ഷൂ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി. ചേച്ചി സ്കൂളിൽ പോകാൻ അപ്പൊ കൊട വേണ്ടേ? സമയം അപ്പൊ മഴയും പെയ്തല്ലേ. അപ്പടെ കൊട എടുത്തു. വേണ്ട വേണ്ട, മഴ മഴ അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. അപ്പടെ കൂടെ അപ്പം എടുത്തോളൂ. ഇത് എവിടെ ഇരിപ്പുണ്ട് കൂടാ കേട്ടോ. കോടയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്ക. പറയുമ്പോ പോയാ മതി, പറയുമ്പോ പോയാ മതി. എന്നാ കുട എടുക്ക്. അല്ല ചെറിയ കൂടെ വേണോ? ചെറിയ കൂടെ അതാണ്ട് എൻ്റെ. വേണമെങ്കിൽ പറ, എടുക്കാനായിട്ടായി. സൂപ്പർ അടി. നമ്മുടെ മുത്തിന്റെ ഉടുപ്പ് അല്ല ഉടുപ്പൊന്ന് ഷൂ സൂപ്പർ സൂപ്പർ. സബുദ മാമിയോ? മാമി മാമന്റെ അടുത്തുണ്ട്. ഓട്ടോ വന്നതാണോ? ആ ഓട്ടോ വന്നോ? ഓട്ടോ വന്നു. ഇതേണ്ടേ ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ടൊന്നും വരത്തൊന്നുമില്ല. രാവിലെ മുട്ട കിട്ടി, നല്ല കാര്യമായി കേട്ടോ. പാവം. നല്ല ഈ മഴയത്തെ അവളെയും കൊണ്ട് പാടാണ്. ചേച്ചിമാരും ചേച്ചിമാരും കൂടെ സ്കൂളാണോ? അതെ. അതെ. വീട്ടിലുണ്ട്. ആറോട്ടയോ? മതി.
പെട്ടെന്ന് താഴത്തെ വീട്ടിലെ മനോജ് ചേട്ടൻ ഓട്ടോയും കൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് വരും. ആ സമയത്ത് പുള്ളി കയറി വരുന്ന ടൈമിലായിരിക്കും. ഏകദേശം ഇതുപോലെ മഴയായിരുന്നു. അപ്പോൾ അതേണ്ടേ വിളിച്ചുകൊണ്ട് വന്നു. ഇതാണ് ശാംഭവിയുടെ ഓരോരോ കാര്യങ്ങൾ. ശാംഭവി നനയുവാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നറിയുമ്പോൾ അന്നേരം തന്നെ ഈശ്വരൻ അവിടെ എങ്ങനെയൊക്കെ ഒരു ഓട്ടം വരുത്തിക്കും. ഇത്രയും വെള്ളം ചൂടായതേ ഉള്ളൂ. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പിന്നെ അവളെ വിടേണ്ട സമയമാകുമ്പോൾ ശ്യാമമ്മ ഉണ്ടെങ്കിൽ പിന്നെ അവളെ വിടും. അവളെ കുളിപ്പിച്ച് ഒരുക്കും. ആ സമയം കൊണ്ട് എനിക്കിവിടെ ചെയ്താൽ മതി. ഇതിപ്പം ഈ കാസറോള് ഇന്നലെ ശാംഭവിക്ക് കിട്ടിയ കാസറോളാണ്. ഗിഫ്റ്റ് കിട്ടിയതാണ് ഇന്നത്തെ പ്രോഗ്രാമിന്. കൊള്ളാം, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അല്ല നമ്മൾ ഓട്ടോയ്ക്ക് വന്നുകൊണ്ട് നേരത്തെ ബസ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് നിർത്തുള്ളൂ. അതാരടി വരണ വരണ ഇതെന്താ ഉണ്ടാക്കിയേ? ഇവിടെയും ദോശയാ മതിയോ? പോറായോ? ബസ് എവിടെ? അമ്മ വരാം. ബസ് എന്തേ? ചെറിയ ചേട്ടാ വണ്ടി കയറിപ്പോട്ടെ. വരാറായില്ലേ? ഹലോ ആ ഹലോ മഴ പെയ്താലേ
ബസ് അവിടെ മാറി 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 വഴിയിൽ നിന്ന് മാറി ഞാൻ പറഞ്ഞു ഇവിടെ സൈഡിൽ നിന്നാൽ കുഴപ്പമില്ല ആ ആ ആ എന്താ പിന്നെ മണം ആ അപ്പൊ എന്താ ഈ മണം എടുത്ത ബസ്സാണോ നാരായണ എന്റെയോ നിന്റെ അല്ല എന്റെ ബസ്സാ എന്റെ ബസ് എടി നിന്റെ ബസ് വരാറായില്ലടി മിണ്ടായിരടി അവിടെ നീ നോക്കിയതാ കറിയൊക്കെ എവിടുന്നാ എന്താ വീണ ചൂരയാന്ന് തോന്നുന്നു എന്താ വീണ ചൂറ പറയക്ക മതിയോ മതിയോ എന്താ വീണ നിന്റെ ബസ്സോ നിന്റെ ബസ് കള്ളം കൊണ്ടുപോയി പിന്നെ എന്നാ ടിക്കറ്റ് വന്നോ ഇല്ലടേ അങ്ങനെ തൊട്ടാലേ ബസ്സിൽ പോവാന്നോ ബസ് വരും ദേ വരുന്നുണ്ട് 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 വാ ഇങ്ങോട്ട് മാറിയെങ്കിൽ മഴക്കാലാവസ്ഥ അമ്പലത്തിൽ പോവാ തീർന്നില്ല ഒരു ശകലം കൂടെ ഉണ്ട് ഷെബീയുടെ അവിടുത്തെ വർക്കിൻ്റെ കാര്യമാണ് ചോദിച്ചത് കുറച്ചും കൂടെ തീരാനുണ്ട് തീരാന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഇല്ലാഞ്ഞുകൊണ്ട് ഇന്നലെ ഉണ്ടെങ്കിൽ ഇന്നലെ തീരണ്ട പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ചെറിയ ചെറിയ 1-2 എറർ മാത്രമേ കാണിച്ചുള്ളൂ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നല്ല രീതിയിൽ ചെയ്ത് തീർത്തിട്ടുണ്ട് മെയിൻ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി ബൾബൊക്കെ പിടിപ്പിച്ചാൽ മതി വലിയ തരക്കേടില്ലാതെ ഇപ്പോൾ ചെയ്ത രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് വീടിൻ്റെയൊക്കെ വർക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സ്വന്തമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ലാതെ ചെയ്ത് തീർത്ത ഏകദേശം ഇനി ഒരു 10% കൂടെ ഉള്ളൂ 90% തീർന്നു മഞ്ഞുണ്ടോ നല്ല മഞ്ഞ മഴയാണ് നല്ലതായിട്ട് പെയ്യുന്നൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ തൂളി തൂളി നിൽക്കുക എനിക്കിനി ശാംഭവിയുടെ സ്കൂളിൽ പോകണം നമ്മളുടെ ഫിസിയോതെറാപ്പിയുടെ അസസ്മെൻ്റ് നടക്കുകയാണേ അപ്പം ചെല്ലണമെന്ന് പറഞ്ഞു അപ്പം ഒരു ഉച്ച കഴിഞ്ഞല്ലാനാണ് പറഞ്ഞത് അപ്പം അതിന് പോകണം ഇപ്പോൾ ഒരു ദിവസം പോലും ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നില്ല കേട്ടോ 2 ദിവസം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോക്കായി ഇന്നലെ പോയി ഇന്ന് പോകണം നാളെയും പോകേണ്ടി വരും പിന്നെ വീട്ടിൽ പോയി പപ്പായെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി പപ്പായെ കാണാൻ പോകണം എൻ്റെ ആറിന്
അങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ട് ഇനി. അങ്ങനെയാണ്. പിന്നെ കഞ്ഞിയും കൂടെ ഇട്ടൊരു കറിയും കൂടെ വെച്ചിട്ട് പോണം. നാരായണി ഇവിടെ ഉണ്ട്. നാരായണിയുടെ പനി കുറഞ്ഞുണ്ട്. പനി കുറഞ്ഞു, ഒക്കെ ക്ഷീണമാണ്. പണ്ടേ ഒരു കാര്യം, ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ കിടന്നങ്ങ് കിടക്കും പുള്ളിക്കാരി. അപ്പോൾ പിന്നെ വയ്യാഴിയും കൂടെ ആകുമ്പോഴേക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അവളെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ചൂടുവെള്ളം ഇനിയിപ്പോൾ ഈ കഞ്ഞി ഊറ്റി കഴിയുമ്പം തുളസിയും മണിക്കൂർക്കയും എല്ലാം കൂടെയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കണം. ഒന്ന് കുളിച്ച് ഒന്ന് അവൾ ഫ്രഷ് ആവട്ടെ. ആദ്യം മറ്റേ ദർശന മറ്റേ സോമഞ്ചേരൻ്റെ പടം നമുക്ക് എത്ര പിള്ളേർ? 2 പിള്ളേർ. നല്ല അടിപൊളി ചെറുക്കനായിരുന്നു. അവൻ്റെ ഷൂ ഒക്കെ ഇട്ട് ഷൂവും സോക്സും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഷൂ എല്ലാം ഊരി സോക്സൊക്കെ അതിനകത്ത് വെച്ച് തൊഴാൻ പോകും. നല്ല ഈ മുടിയൊന്നും അല്ല, നല്ല സ്പ്രിങ് പോലത്തെ മുടിയായിരുന്നു. നല്ല കാർത്തിട്ട് മുടിയും അതുപോലെ ആള് നല്ല തടിയും. ഓർക്കും അന്നും നിങ്ങൾ ഇവിടെ അല്ലേ താമസിക്കുന്നത്? അല്ല, നമ്മള് അതിന് അന്നേരം നേരത്തെ താമസിക്കുന്നത് അവിടുന്ന്. അപ്പൊ ആ കൂട്ടിക്ക റോഡിന്റെ അവിടെ ലാബിൽ ജോലി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്നും രാവിലെ വരും. രാവിലെ ഒന്ന് ഇവിടെ തൊഴുതിട്ടേ പോകും, അങ്ങോട്ട് ലാബിൽ കയറത്തുള്ളൂ. നീ അത് അപ്പുറത്ത് ആ മരിച്ചു വരില്ല, ആരുമില്ല. നമ്മളെ എക്സൈസ് ജോലിയുള്ള ഈ കാപ്പിത്തോട്ടത്തിലെ അവന് ദൂരമായിരുന്നു. നല്ല പഠിക്കുകയും ചെയ്യുമായിരുന്നു. അവസാനം ആ ജോലി കിട്ടിയപ്പോൾ തന്നെ ജീവിതം തീർന്നു. ഭയങ്കര മടീസായിരുന്നു. ഞാൻ അതൊക്കെ ആലോചിക്കും. ഇവരൊക്കെ ആ ഒരു പ്രായത്തിലുള്ള ഒന്ന് അരുണുണ്ട്. അരുണിനെക്കാളും മൂത്തവൻ. അരുണ് ആദ്യം കഴിഞ്ഞുള്ളതാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും അരുണിനെ കാണുമ്പോൾ. ഇന്നത്തെ പിള്ളേരെല്ലാം ഇന്ന് വലിയ അമ്മമാരായി. അതെ അതെ. അവക്കിപ്പോ പാലായില്ല ജോലി. പാലായില്ല ജോലി. പ്രൊമോഷൻ കിട്ടി കാണുമല്ലോ. ആ, പെങ്ങള് പണ്ട് സ്ഥിരമായിട്ട് ഇവിടെ അമ്പലത്തിൽ വരുമായിരുന്നു. അങ്ങനെ ജോലിക്ക് വേണ്ടി എന്തോ പ്രാർത്ഥന പരിപാടി, വഴിപാടൊക്കെ ഉണ്ട്, നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു ജോലി കിട്ടുന്നതിന് മുമ്പ്. അപ്പോൾ അതിൻ്റെ കാര്യം പുള്ളി ഇപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞ അവളിപ്പോൾ എവിടെയാന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പം വർഷത്തിലൊന്നും പോലും ഇങ്ങോട്ട് വരാറില്ലെന്ന് എനിക്ക് തോന്നി. ഇങ്ങോട്ടല്ല, അമ്പലത്തിലോട്ട് ഇതിലെ എൻ്റെ കാരണം പോകുന്നല്ലാതെ ഇങ്ങോട്ട് അമ്പലത്തിൽ വരെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. മഴ മാറി, മഞ്ഞ് പൊങ്ങി. അവരാണെങ്കിൽ ചെറിയൊരു തലകറക്കം. ബാത്റൂമിൽ പോയപ്പം ചെറുതായിട്ട് തല കറങ്ങി. അന്നേരം തന്നെ ഓടി വന്ന് കിടന്നവള്. അപ്പം ഞാനങ്ങോട്ട് പോവുമായിരുന്നു. എന്നിട്ട് ബാഗ് എടുത്ത് അതിനെ പറ്റി ബാഗ് എടുത്തതെന്ന്. പിന്നെ താഴെ വരെ പോകുമ്പോൾ ബാഗ് എടുക്കാറില്ലല്ലോ. മഴ ശരിയാണ്. ഹലോ പറഞ്ഞോ. നല്ല മഴ ഇങ്ങോട്ട് കൊണ്ട് പോകുന്നേക്ക് കുളം വീട്ട് മുറ്റത്ത്
എങ്ങനെ കയറിപ്പോ നാരായണിയേ എന്തെങ്കിലും കൊടുത്തിട്ട് ഗുളിക കൊടുക്കണം. നമ്മൾ പറഞ്ഞ് ഇച്ചിരി കഴിയട്ടെ അമ്മ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം, ഇച്ചിരി കിടന്നോട്ടെ എന്ന് പറഞ്ഞു. തല ഇറങ്ങിയായിരുന്നു, ടോയ്ലറ്റ് പോയപ്പോൾ തല ഇറങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് മാറട്ടെ നോർത്ത് ഇച്ചിരി തലയൊന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുത്തിട്ടേ ഇത് വെക്കാം. കഞ്ഞിവെള്ളമുണ്ട്, കഴിച്ചുണ്ട്. കഞ്ഞിവെള്ളവും തക്കാളിക്കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ. എൻ്റെതായ രീതിയിൽ, എൻ്റെ സ്റ്റൈലിൽ. വേപ്പിലയുടെയോ പിന്നെ മല്ലിയിലയോ രണ്ടിൻ്റെയും കുറവ്. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് മറക്കിലോളാം. ഇനിയിപ്പോൾ കൊടുക്കുമ്പോൾ ചേട്ടാ പറയും വലിയ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, ഒപ്പിക്കാം എന്ന് പറയും. അല്ലെങ്കിൽ പറയും അത് ശരിയായില്ല. കാരണം വീട്ടിലെ അമ്മയും ചേട്ടയുടെ അമ്മയും പിന്നെ ആൻറ്റിയൊക്കെ ഇത് ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ ഒരുപാടും വരുന്നില്ല എന്നാലും. അപ്പോൾ അതാണ് പുള്ളിയുടെ ചുണ്ട കിടക്കുന്നത്, നാവൻ തുമ്പത്ത് കിടക്കുന്നത്. അങ്ങനെ ടേസ്റ്റാണ്. ഒരുപാട് വരത്തില്ല. സാധനം നോക്കട്ടെ, നോക്കിയിട്ട് വന്നിട്ട് ഓലയായിരുന്നു. ആ ഇങ്ങോട്ട് തള്ളി മാറ്റി വെച്ചാൽ പിന്നെ എടുത്ത് മാറ്റാം. ശാംഭവിയുടെ സ്കൂളിൽ പോവാം. നാരായണി വരുന്ന വെച്ചിട്ടും കിടപ്പാണ്. മഴ വരുന്നുണ്ട്, മൂടിക്കെട്ടി. ചിലപ്പോൾ ചുമ്മാ അങ്ങ് ചാറിപ്പോത്തുള്ളൂ.
ഞാൻ വീണ്ടും ശാന്തവിയുടെ സ്കൂളിലോട്ട് വന്നേക്കുക. നമുക്ക് ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അസസ്മെൻറ്റിനെ വിളിച്ചതാണ്. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് ആങ്ങള ഹോസ്പിറ്റലായത്. അന്ന് തന്നെയായിരുന്നു ഞാൻ അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ പോയത്. ഞങ്ങൾ ഡേറ്റ് മാറ്റി നിന്ന് വന്നു. അപ്പം ഉച്ച കഴിഞ്ഞ് എല്ലാം പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും വന്നു. ഇവിടെ പ്രോഗ്രാം നടക്കുമെന്ന് തോന്നുന്നല്ലോ. ഇടയ്ക്കിടയ്ക്കുള്ള മഴയാണ്. ഒരു മഴ പെയ്യും, പിന്നെ തെളിയും, വെയിൽ വരും, പിന്നെ മഴ വരും. ഒരിതിൽ അതുകൊണ്ടിപ്പോൾ 2 പേർക്കും ഒരുമിച്ചേ റെസ്റ്റായി. അവള് ഇപ്പോൾ 8 സെക്കൻഡ് അമ്മ അമ്പൂടെ അമ്മയില്ല. നിങ്ങളത് യാതൊരു ബന്ധമില്ലെന്ന്. സ്കൂൾ ബസ്സിന് അവളുണ്ട്, ബസ്സേൽ. ആ ആഹാ ക്യാമറയാ? ക്യാമറ ഇത്ര നേരം എനിക്ക് അങ്ങനെ ബസ്സൊന്നും വന്നില്ല. ശാമ്പുവയുടെ സ്കൂളിൽ പഠിക്കുന്ന അല്ലേ? പേര്? എൻ്റെ പേരോ? എൻ്റെ പേര് മഹേഷ്. മഹേഷ്. ഇരാറ്റുപേട്ടയില്? ഇരാറ്റുപേട്ട. പിന്നെ സ്ഥാനത്ത് പ്ലാസ്നാപ്പിലോ തലപ്പില. പ്ലാസ്നാലാണോ? പ്ലാസ്നാല്. ആ എനിക്കറിയാം. അറിയാം. പിന്നെ അവിടെ ഒരു സ്കൂളില്ല. പ്ലാസ്ന സ്കൂളിൻ്റെ അടുത്താണോ? സ്കൂളിൻ്റെ ആണ്. ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും ഉണ്ടായിരുന്നു ബാൻഡ്. അത് കയറി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഓടുന്നത്. ആ നാളെ അല്ലേ പരിപാടി? നാളെ പരിപാടി. നാളെ ഹോൾഡിംഗ് തെറാപ്പി സെൻറ്റർ, കൾച്ചറിങ്, മോൾഡിങ്, മോഡലിങ്, പെയിൻറ്റിങ്, സ്ക്രീൻ പെയിൻറ്റിങ് എല്ലാം ഉണ്ടല്ലേ? എൻ്റെ ടീച്ചറിൻ്റെ പേര് റിങ്കിൾ മിസ്. റിങ്കിളല്ലേ? റിങ്കിൾ കാടയിൽ ഇപ്പോൾ കാറയിൽ പോയില്ലേ? ആ ഓ റിങ്കിൾ കണ്ടിട്ടില്ല? ഞാൻ കണ്ടു. കണ്ണാടി കിട്ടും. മനസ്സിലാകല്ലേ? ഇല്ല, എനിക്ക് ആളെ ഒന്നും അറിയത്തില്ല. ഇപ്പൊ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ഇങ്ങനെ ക്യാമറ വെച്ചിട്ടേ. ആണോ? പേടിക്കണ്ട. എല്ലായിടത്തും ക്ലിക്ക് ചെയ്ത് എല്ലായിടത്തും അയക്കാനാണോ? അതേ ഒരു ചാനലുണ്ട്, ഞാൻ പറയാം വിശദമായിട്ടേ. എൻ്റെ ബസ് നോക്കിയിരുന്ന ബസ്സൊക്കെ പറയാൻ പറ്റുമല്ലോ അവർക്ക്. അല്ലേ? ഞങ്ങളുടെ ഇത് എന്താ പറയുക, സ്കൂൾ മേറ്റ് അല്ലേ എൻ്റെ കൊച്ചിൻ്റെ. അതാണ്. നല്ല രസമുണ്ടല്ലേ പള്ളിയുടെ. ഞാനത് ഒറിജിനലാന്ന് ആദ്യം ഓർത്തു. വീഡിയോ പഠിച്ചോളെ അവിടെയോ? ആ അത് ഇടയ്ക്ക് ഞാൻ പഠിക്കാം. നല്ല വിശാലമായ സ്ഥലമല്ലേ? നല്ല ഭംഗിയല്ലേ അവിടെ? ഞാൻ അത് ഒറിജിനലാന്ന് ഓർത്തു. പക്ഷെ അത് പ്ലാസ്റ്റിക് ആയിരുന്നല്ലേ? പുല്ല്. പ്ലാസ്റ്റിക് അത് പുല്ലല്ലേ? പുല്ല്. ഓക്കെ. ഇന്ന് നാരായണി തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ പണിക്കൊന്നും പോയില്ല. പണി ക്ഷമിക്കാനുള്ള പരിപാടി ഉള്ളു ഇനി. എന്നാലും അവള് ശാമ്പു നാരായണിക്ക് എഴുന്നേക്കത്തില്ല, തലക്കറക്കമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൾ ഫുള്ള് കിടപ്പാ. മഴയും കൂടാ. മണിയായിട്ടും വരുന്നില്ലല്ലോ. ബൈക്കിനാണോ പോകുന്നത്? അല്ല, നടന്ന്
അത് ബൈക്ക് വരും. ഇച്ചിരി മുമ്പ് വരുമായിരുന്നു, ഓട്ടോയ്ക്ക് പോയായിരുന്നു. രാജാറിൻ്റെ ഇപ്പം കയറി നിക്കാം. നിന്നാ അങ്ങനെ ബൈക്ക് വരുന്നത്? ബൈക്കൊന്നും വരത്തില്ലടി. ബൈക്ക് വരും. ഇല്ലടി. ക്ഷേപണത്തിന്റെ ശരി എന്നാ ചെയ്യുന്ന എന്ത് നടത്തില്ല. ഞാൻ വിളിച്ചിട്ട് പോലും ഇല്ല. നിക്കട്ടെ നിക്കട്ടെ. വേണ്ട പൊക്കോ. വേണ്ട, അവിടെ നിന്നോളാം. നിന്നോട്ടെ. അതാ കുറച്ച് നടക്കാം, നമുക്ക് മേളിൽ പോയി നിൽക്കാം. ജയ ഓട്ടോറിക്ഷ കൊണ്ട് വരും, അതാ കയറി പോകാം. പയ്യ നടക്കാം. ബൈക്കിനോ? ഓ ജയ എന്നാലും വരികയല്ല, താമസിക്കും. ജയ വരാൻ താമസിക്കും. പോയാൽ ഓട്ടോറിക്ഷയ്ക്ക് വരും. കുറേ താമസിക്കും. നീ ഇവിടെ നിൽക്കണം വെറുതെ. ബൈക്ക് നീ നടക്കിപ്പം. ഇല്ല. നല്ല ചെരുപ്പൊക്കെ അല്ലേ ഇട്ടതിന് നടന്നില്ല. പുതിയ ജയമ വരും, കുറെ താമസിക്കുമെന്ന്. നീ പോ. എടി പോടി. ഇല്ല ഇല്ല പോകോ. നടക്ക് കയറി നടക്ക. അണച്ചു വരത്തില്ലെന്നേ, ഞാൻ വിളിച്ചില്ലെന്നേ. ഇത് മഴ പെയ്യും, പെട്ടെന്ന് കയറി പോ. ഭയങ്കര മഴയായിരുന്നു ഇന്ന്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ചോറുണ്ണ. എൻ്റെ മറ്റേ ചപ്പാത്തി ഇരിപ്പുണ്ട്. ചപ്പാത്തി. ആ ദോശയില്ല. പൊക്കോ. എന്നായിരുന്നു രാവിലെ? ചപ്പാത്തി കണ്ടല്ലേ? എന്നാ ദോശയായിരുന്നു. ആ ദോശയായിരുന്നു അല്ലേ? ആ എന്നാൽ അത് ചപ്പാത്തി അല്ല, ദോശ. പോടി മഴ പെയ്യൂടി. ആ പൂവ്. എടി മഴ വരും, നനയും. പിന്നെ നീ പോകും കേട്ടോ. അപ്പോഴത്തേന് മഴ പെയ്യും, നീ പോ. വരും വരൂടി. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാം. വേണ്ട, നീ വീട്ടിൽ കയറിപ്പോ. ഓട്ടോറിക്ഷയൊക്കെ താമസിക്കുന്നേ. ജയയുടെ കാര്യമാണ്. ഇനി ഒരു കടയിലും കൂടെ കയറാനുണ്ട്. അപ്പം മിക്കവാറും അരമണിക്കൂറിലും എടുത്തു. പൊക്കോ. ഓട്ടോ എന്ത് ചെയ്യുന്നു? നമ്മൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഓട്ടോ വന്ന് നമുക്ക് കയറി പോവാം. എന്ത് ചെയ്യുന്നു? ഷൂ എങ്ങനെ ഉണ്ടോ? നല്ലതാണോ? ഇതൊരു ഓട്ടോ വരും. മാറി പോകാനല്ല, ഇവിടെ നിന്നാണ് വരുന്നത്. അതുവരെ ഉണ്ടോ? ഈ ഓട്ടോ ഇപ്പോൾ കയറിപ്പോയതാ. അതേ പോകായിരുന്നു. ഇല്ല, ഞാൻ അങ്ങോട്ടാ, മുണ്ടക്കയത്തിനാ. ഓ നടക്ക്, തലക്കിട്ട് എന്നാത്ത് കൊണ്ടുപോകും. നിന്റെ തലയിട്ടിരിക്കുന്ന ഇത് അടിച്ചു പറിക്കാൻ. ഓട്ടോ ഒന്നും വരത്തില്ല. നിനക്കെന്നാ നടക്കാൻ മടി? അങ്ങോട്ട് നടന്നേ. അങ്ങോട്ട് നീ രാവിലെ ഓട്ടോയ്ക്കല്ലേ പോയ? അതൊന്നുമില്ല, ഒരു സാധനം. നടക്ക. ആ വളവിൽ പോയി നിൽക്ക്. മഞ്ഞുണ്ടോ നോക്കാം. കയറി നടക്കണേ. ആ അതാ വളവ്. ഇങ്ങോട്ട് കയറ്. ആ റൂം തന്നെ മഞ്ഞൊന്നുമില്ല. അതാ വളവ്. വളവ് എന്നാന്നറിയത്തില്ലല്ലേ? കാണിക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞു പോയിരിക്കുന്ന റോഡ്, അതിനാ വളവ്. ഉണ്ടാക്കേ. ഇവളാണ് ചുമ്മാ പറയുന്ന വണ്ടിക്കൊക്കെ പോകണം. നമുക്ക് ഒരു മടിയില്ല നടക്കാൻ. പക്ഷെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ കിടന്ന് വാശി പിടിക്കും വണ്ടിക്ക് പോകണം. നടന്നു പോകാനൊക്കെ ഇഷ്ടമൊക്കെയാണ്. പോയി ഇനി അവളുടെ ഒപ്പം ചെല്ലണം, ഞാൻ ഓടണം. ആരാണി ഒറ്റയ്ക്കേ ഉള്ളൂ, അവൾ കിടക്കുക. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം.
അല്ല ഈ സമയമാകും ചിലപ്പം. ഇന്നിപ്പോൾ ഇച്ചിരി താമസിച്ചാ 5:45 വരുന്നതായിരുന്നു. ഇപ്പോൾ 6 മണിയൊക്കെ കഴിയും. ഞാൻ വിളക്ക് കത്തിച്ചോ? ആ ഹായ് ആരാ വിളക്ക് കത്തിക്ക്. പൊക്കോ. നടക്കാറിയത്തില്ലേ? ഒന്നെങ്കിൽ നിൽക്കും പോകുന്നില്ല, അല്ലെങ്കിൽ ഓടും. മറ്റേ ചെരുപ്പ് എപ്പോഴും ഊരി പോകായിരുന്നു. ഇതിപ്പോൾ കുഴപ്പമില്ല. എന്നാ അയ്യോ ഞാൻ മടുത്തൊക്കെ. അയ്യപ്പോ നിക്ക്. ഇത് കൊട, ഇതാ മറ്റേതാ. ആ വടി, അതെന്താ? കൊടയും വടിന്ന് കേട്ടിട്ട്. ഇതെന്നാ? ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. ചേച്ചി ഞാൻ വന്നു. ചേച്ചി ഞാൻ വന്നു. ചേട്ടാ ഞാൻ ഊരിക്കണം. ഞാൻ ചേട്ടാ പരിപാടി കഴിഞ്ഞില്ലേ ഏടാ? ആ അത് ശരിക്കും എന്നാത്തിൻ്റെ ആയിരുന്നു? ആ അതിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലേ? ഇവിടെയോ? അല്ലല്ല, വരുന്നുണ്ട്.
എല്ലാം എടുത്തോ? അയ്യ എന്നേര് അടച്ചേരെന്നാ ചേച്ചി. അയ്യോ, റേഷൻ കടക്കാരനോട് പറഞ്ഞായിരുന്നു മതി മറ്റേ. എന്നാ ഞാനൊക്കെ പറഞ്ഞു. ഇപ്പം എന്നാ പറഞ്ഞു? അപ്പോൾ പറഞ്ഞു അടുത്ത മാസമാണിത് ഇത് വരുന്നത്, അപ്പോഴേക്ക് ഞാൻ അറിയിക്കാം. വരുമ്പം പറയുമ്പം എന്താ പറഞ്ഞാൽ മതി, അതൊക്കെ വരുമ്പോൾ പറഞ്ഞാൽ മതി എന്നോടൊന്ന്. ആ സംഭവം നിങ്ങൾക്ക് വരും. പിന്നെ മസ്റ്ററിങ് ചെയ്യണം എല്ലാവരും, 4 പേര് വന്ന് ചെയ്യണം. ഇപ്പോൾ സമയം തന്നുകൊണ്ടിരിക്കുക. 4 പേർ ആധാർ കാർഡിൻ്റെ കാർഡ് മേടിച്ച് തന്നിട്ട്. എന്നും ഉണ്ടോ ഇത്? കഴിഞ്ഞിറക്കാൻ കിട്ടുന്ന കഴിഞ്ഞല്ലേ ഉള്ളൂ. മസ്റ്ററിങ് അങ്ങനെ കഴിഞ്ഞു, ശാമ്പുഴ മസ്റ്ററിങ് കഴിഞ്ഞായിരുന്നു. റേഷൻ കടയല്ലേ? പിന്നെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയണ്ടേ റേഷൻ കട? എടുത്തോ? നീ ഇപ്പം കഴിക്കുവാണോ അതോ നീ എന്നെ പടം വരയ്ക്കാൻ പോവാണോ? മൊത്തം വരച്ച് റെഡി ആവിട്ടിരുന്നത്. ഞാൻ ആവശ്യമുള്ള സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ, ആവശ്യമില്ലാത്തൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഇനി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു വീട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് മേടിക്കുമോ? അല്ലെങ്കിൽ വീടിനുള്ള സാധനം മേടിച്ച് അപ്പോഴേ വീട് പണിയുമോ? ആവശ്യമുള്ള സാധനം ഇഷ്ടംപോലെ കിടപ്പുണ്ട്. എല്ലാം ആവശ്യമുള്ള സാധനമാണ്. ആവശ്യമില്ലാത്ത സാധനമാണ് ഉള്ളത്. എന്നാൽ നിനക്കൊരു ഫോണിൻ്റെ ആവശ്യമില്ല, നീ അത് മേടിക്കാൻ പറ്റാ. അതുപോലെയാണോ കഴിക്കുന്നതൊക്കെ മേടിക്കുന്നത്? ഞാൻ കടല മേടിച്ചോണ്ടാണ് ഞാൻ അരിപ്പൊടി കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞ അവസ്ഥ മനസ്സിലാക്കി ചെയ്യാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും പണിയില്ല, പാല് വെച്ചോ? പറയാൻ പറ്റിയത് കടിപ്പ്. അമ്മ എന്താ പാല് വെച്ചോ? പാൽ മേടിച്ചു. എന്നാ കാണാതിരിക്കുന്നത് ചേട്ടാ? ഞാനേ ഇന്നുണ്ടാക്കിയ തക്കാളിക്കറി നല്ലായിരുന്നോ? ഓ ഇത് വളരെ ഞാനത് പറഞ്ഞായിരുന്നു, എന്തേലും കുറ്റം പറയുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ സൂപ്പറാന്ന് ഇപ്പൊ ഒന്ന് പറഞ്ഞല്ലോ. അപ്പൊ നീ ക്യാമറയും കൂടെ വന്നോണ്ടില്ല. ഞാൻ ഇങ്ങനെ അത് ക്യാമറയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ചിലപ്പോൾ എന്തിനും കുറ്റം പറയുമായിരിക്കുമെന്ന്. ക്യാമറാൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അതുപോലെ ആവത്തില്ലെന്ന്. അതുപോലെ ആകത്തില്ല. അതായത് സൂപ്പറായിരുന്നു ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ നീ ക്യാമറ കേട്ടു സൂപ്പറാന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ മാത്രം കേട്ടാ പോലെ എല്ലാവരും കൂടെ കേൾക്കട്ടെ. വൃത്തികെട്ട സാധനം.